ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലവിൻ്റെ എനർജി, നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ എനർജി എന്താണ് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ലവ് റീഡിങ്ങിൽ നോക്കുന്നത് 3 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്, ടാരറ്റിലാണ് എടുക്കുന്നത്. ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ചു എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലവ് എനർജി, അതാണ് ആദ്യത്തെ കാർഡ്. ഇനി നമ്മൾ സെക്കൻഡ് കാർഡ് എടുക്കുന്നത് നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലുള്ള ആളായിരിക്കാം, നിങ്ങളുടെ നഷ്ടപ്രണയത്തിലെ ആളായിരിക്കാം, നിങ്ങൾ പ്രണയം തേടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ വ്യക്തികളായിരിക്കാം. നമ്മൾ ആ തേർഡ് കാർഡ് എടുത്തു. നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ, നിങ്ങളുടെ എക്സ്, നിങ്ങളുടെ ലവർ, അവരുടെ എനർജി. ഇനി തേർഡ് കാർഡ് എടുക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ 2 പേരുടെയും നൽകുന്ന സന്ദേശം. അതാണ്, നിങ്ങൾ ഒന്നിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ദൃഢമാവുമോ, അതാണ് എടുക്കുന്നത് കേട്ടോ. തേർഡ് കാർഡ് നമ്മളും അതും എടുത്തു. ഇനി നമുക്ക് റിവീൽ ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ഫസ്റ്റ് കാർഡ് നമ്മളുടെ എനർജി, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കാർഡാണ്. നമ്മളുടെ എനർജി വീണ്ടും നമ്മളുടെ ലവ് എനർജി നമ്മൾ മുന്നോട്ട് തന്നെ ഉയരങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു തുടക്കം, അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇമോഷൻ്റെ കാർഡും കൂടിയാണ്. സെക്കൻഡ് കാർഡ് നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ എക്സ്, നിങ്ങളുടെ നിലവിലെ പ്രണയത്തിലെ വ്യക്തി, അവരുടെ എനർജിയാണ്. അവരുടെ എനർജി ഇമോഷൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അവരുള്ളിൽ കുറച്ച് വേദനകളുമായാണ്, ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വേദനകളുമായാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി നമ്മളുടെ ഔട്ട്കം, അത് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ വളരെ നല്ല ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഈ ലവ് ജേണി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കൂടിച്ചേരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങളുടെ പ്രണയത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മളുടെ ലാസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു ഓൾ മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് പ്രണയത്തിൽ ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾ വേണം, ലവ് റീഡിങ്ങോ റിലേഷൻഷിപ്പ് റീഡിങ്ങോ മറ്റു തരത്തിലുള്ള റീഡിങ്ങോ വേണമെങ്കിൽ നമ്മൾ ടാരറ്റ് കാർഡ് വഴിയും അതുപോലെ തന്നെ നമ്മൾ ഒറാക്കിൾ കാർഡ് വഴിയും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ലോങ് ഫ്യൂച്ചറാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് അസ്ട്രോളജി വഴിയാണ് നോക്കി തരുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, നിങ്ങൾ വിഷമങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു തടസ്സം പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അസ്ട്രോളജി വഴി പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഇനി നിങ്ങളുടെ ലവ് ലൈഫ് കൂടുതൽ ശക്തമാക്കുന്നതിനും ദൃഢമാക്കുന്നതിനും ആഴത്തിലുള്ളതുമാക്കുന്നതിനും വേണ്ടി ലവ് മാഗ്നറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും പിരമിഡ്സും ക്രിസ്റ്റൽസും എല്ലാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജിയിൽ നിങ്ങൾക്കായി ഒരുക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ മൈ ഡിയേഴ്സ്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളുമായി ഉടനെ വാട്സപ്പിൽ ബന്ധപ്പെടുക. താങ്ക് യു ഓൾ.